യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ സംഘടനയിൽ നിന്ന് പുറത്താണ്. കാരണം ഒരു ജനപ്രതിനിധി, ഒരു പൊതുപ്രവർത്തകൻ, ഏതെങ്കിലും ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്നയാൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണ് വലിയ തോതിൽ അദ്ദേഹത്തിനെതിരായി എല്ലാ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നതും കോൺഗ്രസ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലങ്കൈയായി അറിയപ്പെടുന്ന ഷാഫി പറമ്പിലും സംശയത്തിന്റെ നിഴലിൽ നിന്ന് ഇപ്പോഴും മുക്തനായിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരായി വലിയ അഴിമതി ആരോപണങ്ങൾ, അവിഹിതമായുള്ള സ്വത്ത് സമ്പാദനം, മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും പദവികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അധികാര ദുർവിനിയോഗം, ഇതൊക്കെ തന്നെ നടത്തുന്നതായി വാർത്ത വരുന്നത്. കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് ഗൾഫിൽ ഇല്ലാത്ത ഒരു കമ്പനിയുടെ പേരിൽ സെയിൽസ് മാനേജർ എന്നുള്ള തസ്തികയിലിരുന്ന് 5.25 ലക്ഷം രൂപയാണ് ശമ്പളം വാങ്ങുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം ഞാൻ പുറത്തുവിടുകയുണ്ടായി. അതിന് ഉപോത്ഫലകമായിട്ടുള്ള തെളിവുകളും അണിനിരത്തുകയുണ്ടായി. എന്നാൽ അദ്ദേഹം അതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല. അതിന്റെ നിയമസാധുത പരിശോധിക്കേണ്ടവർ പരിശോധിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത്. ആ പരിശോധന നടക്കും. പക്ഷേ ധാർമ്മികമായി ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ ഇവിടെ മുഴുസമയം പ്രവർത്തിക്കുകയും ഇല്ലാത്ത ഒരു കമ്പനിയുടെ ലാബലിൽ 5.25 ലക്ഷം രൂപ മാസം ഇന്ത്യയിലിരുന്നുകൊണ്ട്, കേരളത്തിൽ ഇരുന്നുകൊണ്ട് ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഫോർച്യൂൺ ഹൌസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്ന കമ്പനി ദുബായിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? അതിന് ഗോഡൌൺ ഉണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഉണ്ടായില്ല. തനിക്ക് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തത്. കൊപ്പത്തും കോഴിക്കോട് ഹൈലൈറ്റ് മാളിലും എമ്മി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, 2 അതിന്റെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു. 2ലും ലൈസൻസി പി കെ ഫിറോസ് അല്ല, എന്നാൽ അദ്ദേഹത്തിന്റെ ബിനാമികളാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പാർട്ട്ണറാണ് എന്നാണ്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ദുബായിൽ തന്നെ മറ്റു പല സ്ഥാപനങ്ങളും ഈ എമ്മി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അതേ ലൈസൻസി പ്രധാനിയായിക്കൊണ്ട് നടത്തപ്പെടുന്ന വിവരം ലഭിക്കുന്നത്. ദുബായിൽ പ്രവർത്തിക്കുന്ന ബ്ലൂഫിൻ ടൂറിസം LLC എന്ന് പറയുന്ന സ്ഥാപനം, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എന്ന് പറയുന്ന സ്ഥാപനം, ക്ലീനിങ്, മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന വലിയ സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ തന്നെ ഭീമമായിട്ടുള്ള സാമ്പത്തിക മുടക്ക് ആവശ്യമാണ്. ഈ സാമ്പത്തിക സ്രോതസ് ഫിറോസിനെ പോലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും നമ്മളുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. അതിന് അദ്ദേഹം ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല.